ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു വളരെ പ്രധാനപ്പെട്ട ഒരു സഹാബിയാണ് അദ്ദേഹം. പരിശുദ്ധ ഇസ്ലാമിലേക്ക് 14ാമതായി കടന്നു വന്ന ഇസ്ലാമിലെ ആദ്യകാല ഒരു മെമ്പറാണ്. 2 ഹിജ്റ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. ആദ്യം എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി, പിന്നെ മദീനയിലേക്കും ഹിജ്റ പോയി. ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആളാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിയാണ്. മദീനയിൽ ഹിജ്റ ചെയ്ത് സഹാബാക്കൾ എത്തിയതിനു ശേഷം ആദ്യമായി മദീനയിൽ മരണപ്പെട്ടത് അദ്ദേഹമാണ്. ജന്നത്തുൽ ബഖീൽ ആദ്യമായി കബറടക്കപ്പെട്ടതും അദ്ദേഹത്തെയാണ്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സഹാബി, വളരെ വലിയൊരു ആബിദാണ്, എപ്പോഴും ഇബാദത്തിൽ കഴിഞ്ഞുകൊടുക്കുകയാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ പോലും മദ്യപിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ ഒറ്റപ്പെട്ട ആളുകളെ ഉണ്ടാവുള്ളൂ. ഇത്ര പ്രമുഖനായ ഒരു സഹാബിയാണ് ഇദ്ദേഹം. എന്നിട്ട് ഇദ്ദേഹം മരണപ്പെട്ടു. ഇദ്ദേഹം മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് ചുംബിച്ചു. എന്നിട്ട് കരഞ്ഞു. റസൂൽ ഹദീസിൽ കാണാം, ഇങ്ങനെ റസൂലുള്ളാഹിയുടെ താടിരോമങ്ങളിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി റസൂലുള്ളാഹി കരഞ്ഞു. അദ്ദേഹത്തിന്റെ ജനാസ കണ്ടപ്പോൾ ഉമ്മു സാഹിബ എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ വീട്ടിലാണ് ഇദ്ദേഹം ഹിജ്റ ചെയ്ത് മദീനയിൽ ചെന്നപ്പോൾ താമസിച്ചത്. ഉമ്മു സാഹിബ് പറഞ്ഞു, റഹിമക്കല്ലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി അബസായി, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കരുണയുണ്ടാകട്ടെ. ഷഹാദത്തി അലൈക അന്നല്ലാഹ അക്രമക, അള്ളാഹു നിങ്ങളെ ആദരിച്ചു എന്ന് ഞാൻ സാക്ഷി നിൽക്കുകയാണ്. എൻ്റെ സാക്ഷിത്വം നിങ്ങൾക്കുണ്ട്, അള്ളാഹു നിങ്ങളെ ആദരിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ ഇബാദത്ത് ഇവർ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹു സ്വർഗത്തിലും നിങ്ങളെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ത്രീയോട് ചോദിച്ചു, ഒമാ യുദ്രീകി അന്നല്ലാഹ അക്രമക, നിനക്കെങ്ങനെ അറിയാം അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചു? നീ എങ്ങനെ അറിഞ്ഞു? അപ്പൊ അവര് ചോദിച്ചു, റസൂലെ സുബ്ഹാനല്ലാഹ്, എന്താണ് അങ്ങീ പറയുന്നത്? ഫമൻ യുക്രിമുഹു, ഇദ്ദേഹത്തെ അള്ളാഹു ആദരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരെയാണ് അള്ളാഹു ആദരിക്കുന്നത്? ഇത്ര വലിയൊരു മഹാനായ മനുഷ്യനെ പടച്ചവൻ ആദരിച്ച് അദ്ദേഹത്തിന് സ്വർഗം കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരെ അള്ളാഹു ആദരിക്കാനാണ് എന്ന് അത്ഭുതത്തോടുകൂടി ഉമ്മു സാഹിബ് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു സാഹിബേ, അമ്മാ ഹുവ ഫഖദ് ജാഅൽ മൗത്ത്, ഉസ്മാൻ ഇബ്നു മദ്ഊന് മരണം വന്നു. വല്ലാഹി ലാ അർജു ലഹുൽ ഖൈർ, അദ്ദേഹത്തിന് നന്മ വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം, അദ്ദേഹത്തിന് സ്വർഗം കിട്ടട്ടെ എന്ന് എൻ്റെ ആഗ്രഹമാണ്. പക്ഷേ നീ മനസ്സിലാക്കേണ്ടത്, ബി അബീ വ ഉമ്മീ വ റൂഹി, എൻ്റെ വാപ്പയാണ്, എൻ്റെ ഉമ്മയാണ്, എൻ്റെ ആത്മാവാണ്. വല്ലാഹി പടച്ചോനാണ് സത്യം, അള്ളാഹുവാണ് സത്യം. മാതിരി എനിക്കറിയില്ല. വഅന റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹിന്റെ റസൂലാണ്, ഞാൻ അള്ളാഹിന്റെ റസൂലാണ്. പക്ഷെ എനിക്കറിയില്ല മാ യഫ്അലുല്ലാഹു ബി, എന്നെ അള്ളാഹു എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ആ വാക്ക് എഴുതിക്കണം. ഞാൻ അള്ളാഹിന്റെ റസൂലാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അള്ളാഹു എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. എനിക്ക് സ്വർഗാണോ നരകണമെന്നോ എനിക്കറിയില്ല. വലാബിക്കും, നിങ്ങൾ എന്ത് ചെയ്യുമെന്നും എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരാളെ കുറിച്ച് അങ്ങനെ പറയുക? മുസായിബ് പറയുന്നുണ്ട്, വല്ലാഹി ലാ ഉസക്കി ബഅദഹു അഹദ, അതിനുശേഷം ഒരു മയ്യിത്തിനെ കുറിച്ചും ഞാൻ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരാളെ കുറിച്ച് ഞാൻ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ടില്ല. നമ്മൾ പുറയിൽ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ ഗുണങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അയാൾക്ക് നൽകാൻ സ്വർഗത്തിൽ പോകും എന്നൊക്കെ പറയും. മയ്യത്ത് മുന്നിൽ വെച്ച് നമ്മൾ പ്രസംഗിക്കും, അയാളുടെ നന്മകൾ എടുത്തു പറഞ്ഞ്. ആർക്കാണ് അറിയുക? ഈമാൻ എന്നുള്ളത് അള്ളാഹു എപ്പോഴും എടുത്തു കളയാവുന്ന ഒന്നാണ്. മനുഷ്യന്റെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈമാൻ. പക്ഷെ അത് എപ്പോഴും മാറിപ്പോകാം. മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആരെക്കുറിച്ചും നമ്മളങ്ങനെ ഒന്നും പറയേണ്ടതില്ല. അതൊക്കെ റബ്ബിന്റെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹു നമുക്കെല്ലാം ഈമാനും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അള്ളാഹു സ്വർഗം നൽകി നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനക്കല്ലാഹു വബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക.